കഥകളില്ലാത്ത നഗരങ്ങൾ ഉണ്ടാവില്ല. കുറേയേറെ വർഷങ്ങൾ താണ്ടിയാണ് ഓരോ നഗരങ്ങളും നമ്മൾ കാണുന്ന പരുവത്തിലാവുന്നത്. സോ ഇപ്പോൾ ബഹ്റൈനിൽ വന്നതിന് ശേഷം കുറേയൊക്കെ കാഴ്ചകൾ കണ്ടു. ഈ നഗരത്തിനെ പറ്റി മൊത്തമൊന്നും അറിയാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ഇവിടുത്തെ ഒരു കൾച്ചർ, ഇവിടുത്തെ രീതികൾ, അതിനെക്കുറിച്ച് ചെറിയ 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 കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ കഴിഞ്ഞ ദിവസം ഒരു ആർട്ട് മ്യൂസിയം, ഒരു ആർട്ട് ഫെസ്റ്റ് പോലെ നടത്തുന്നതാണ്. ഒരു കുറച്ച് ദിവസത്തേക്ക് മാത്രം നടത്തുന്നൊരു സംഭവമാണ്, ആർട്ട് എക്സിബിഷൻ. അവിടെ എനിക്ക് കാണാൻ പറ്റി. അപ്പോൾ അവിടുത്തെ ചില കാഴ്ചകളാണ് കേട്ടോ ഈ കാണുന്നത്. കൗതുകമുണർത്തുന്ന ചില ആർട്സ് ഫോംസ്, നല്ല രസമുണ്ടായിരുന്നു കാണാൻ. എനിക്കത്ര ബുദ്ധിയില്ലാത്തതുകൊണ്ട് ഇതൊന്നും കൃത്യമായിട്ട് മനസ്സിലാക്കാനൊന്നും പറ്റിയില്ല. പക്ഷെ എന്നാലും കാഴ്ച വളരെ മനോഹരമായിരുന്നു. ഒരു 3 കെട്ടിടങ്ങളിൽ വിവിധ തരം റൂമുകളിൽ പല പല കാഴ്ചകൾ അവർ പ്രൊജക്ടറിലാണെങ്കിലും ശരി, ആർട്ട് ഫോംസിലൂടെ ആണെങ്കിലും ശരി പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. പണ്ട് മുതൽ ഉപയോഗിച്ചിരുന്ന ഹിസ്റ്റോറിക് സാധനങ്ങൾ, അതുപോലത്തെ കുറേ കാഴ്ചകൾ വളരെ മനോഹരമായിട്ട് തോന്നി. നല്ലൊരു അനുഭവമായി ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ഓഫീസിൻ്റെ തൊട്ടടുത്തായിരുന്നു ഇത്. റിക്കോട്ടോ പറഞ്ഞിട്ടുള്ളൊരു സ്ഥലത്തായിരുന്നു. ലഗോസ് ആർട്ട് ഫോംസ്, അങ്ങനെ കുറച്ച് നല്ല നല്ല ആർട്ട് ഫോംസൊക്കെ കാണാൻ പറ്റി. ചിലപ്പോൾ നമ്മളെ സന്തോഷിപ്പിക്കുന്നത് ആ കാഴ്ചയായിരിക്കും അല്ലേ. നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തതായിരിക്കാം, പക്ഷെ പല രീതിയിലും ഉള്ള കാഴ്ചകൾ നമ്മളുടെ മനസ്സിൻ്റെ വലുപ്പം കൂട്ടും. എനിക്കങ്ങനെ എപ്പോഴും തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ നടക്കാനൊക്കെ എനിക്കിഷ്ടമാണ്. നടന്ന് കാഴ്ചകൾ കണ്ട് നടന്ന് സംസാരിക്കുക, അതൊക്കെ എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. കുറേ കാഴ്ചകൾ കാണുക, എന്നിട്ട് ദിവസം എൻഡ് ചെയ്യുമ്പോൾ ഈ കാഴ്ചകളുടെയൊക്കെ ഓർമ്മയൊക്കെ നമ്മുടെ മനസ്സിൽ കാത്തു സൂക്ഷിച്ചിട്ട് ഉറങ്ങാൻ പോവുക. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഓഫീസിൽ നിന്ന് നടക്കാൻ തീരുമാനിച്ചു. എൻ്റെ ഒരു സുഹൃത്തും ഉണ്ടായിരുന്നു. അപ്പോൾ വഴിയോരങ്ങളിൽ കണ്ട കാഴ്ചകളൊക്കെ ക്യാമറയിൽ പകർത്തി. അപ്പോൾ എനിക്ക് ഈ ചെറിയ ചെറിയ ആർട്ട് ഫോംസൊക്കെ വളരെ കൗതുകരമായി തോന്നി. വാളിലുള്ള ഐസ്ക്രീമും കഴിച്ചിട്ടുണ്ടായിരുന്നു.